ഒരു കൊറിയറിലൊരു ഐറ്റം വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ മീശയും പോയി ഗൈസ്, അതൊക്കെ ഒരു വലിയ കഥയാണ്, അങ്ങനെ പിന്നെ പറയാം. എന്തോ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു മതി. അപ്പോൾ നമ്മളെ ഇതിപ്പോൾ നേരത്തെ എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ബോറായിട്ട് തോന്നും, ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചപ്പോഴത്തേക്ക് സെറ്റായാലേ. ഇനിയിപ്പോൾ നമുക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടി കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കാണുന്നത്. എനിക്ക് തന്നെ ആ ഒരു വ്ളോഗ് വേണ്ടിയിട്ട് എന്തോ ശ്രദ്ധിക്കാൻ പറ്റുന്നതൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും കുറച്ചൊക്കെ പോസ്റ്റാണ്. പിന്നെ എൻ്റെ വണ്ടി ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ട് വെച്ചൊക്കെയാണ്. ഞാൻ പണിയായിട്ടൊന്നുമല്ല, ചെറിയൊരു കാര്യം വണ്ടി ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇറക്കാൻ പറ്റും. മഴയുമാണ്, കുറച്ചുകൂടെ വയസ്സ് കുറവുണ്ട്, ഇനി പ്രായമാവും. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ. ഇത് ഹസാർഡ് ഫ്ലാഷർ. ഇത് ആൾമോസ്റ്റ് ഡ്യൂക്കിൻ്റെ സെയിം ടൈപ്പ് ഇൻഡിക്കേറ്റർ ക്വാളിറ്റി കൊണ്ടത് 400 രൂപ റേറ്റിന്. ഇത് ഹസാർഡ് ഫ്ലാഷർ. ഇതിലിപ്പോൾ ഇരിക്കുന്ന ഇൻഡിക്കേറ്റർ ഒരെണ്ണം എവിടെയാണ് ഒടിഞ്ഞത്, 2 ഒടിഞ്ഞ് തിരിച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഒരെണ്ണം കത്തുന്നില്ല. പിന്നെ ഈ ഒരു ധൂം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് MC-യിലേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഊരിയപ്പോഴത്തേക്ക് സാധനം ഊരാൻ കുറച്ച് പാടായിരുന്നു. ഇതാണ് ധൂമിൻ്റെ അകത്ത അവസ്ഥ. കണ്ട, MC-യിലേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. ഊരാൻ വേണ്ടി കുറച്ച് ടാസ്ക്കാണ്. താണ്ടാ ഈ ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ടായിരിക്കുന്നത്, അതാണ് ഊരാൻ പാട് കേട്ടാ. താണ്ട MC-യിലുണ്ടാ, ഇവിടെ നിന്നാണ് ഇൻഡിക്കേറ്റർ. നീ ഇത് അവിടെ ഞാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ വണ്ടിയുടെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 2 ഇൻഡിക്കേറ്ററാണ് മാറിയത്. ഇതിന് 2-നും 400 രൂപ റേറ്റായി. പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രെയിം ഈ നൂരി എടുത്തതിന് ശേഷമാണ് വെച്ചത്. അതിന് ലേബർ 200 രൂപയായി. രസമായിട്ടാണോ പാട്, മാറ്റി മാറ്റിയിട്ടാണ് സാട്. അടുത്ത മോഡിട്. ഈ ഹസാഡ് ഇപ്പോൾ കുറച്ച് ഔട്ടായെന്നൊക്കെ അറിയാം, എങ്കിലും 1000-ൻ്റെ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് താനേ ഓഫ് ആവാത്ത ടൈപ്പ് ഹസാഡാണ്. നിങ്ങൾ വെക്കുന്നെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഹസാഡ് താനേ ഓഫ് ആവുന്ന രീതിയിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പടാവും. ഇതിപ്പോൾ ഹസാഡ് ആദ്യം ഓഫ് ചെയ്തിട്ട് പിന്നെ വേണം ഇൻഡിക്കേറ്റർ ഇടാൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ആകത്തില്ല. ഇതാണ് നമുക്ക് കിട്ടിയ പാക്കേജ്. പിന്നെ എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്തോ. പിന്നെ ഇതിന് ഇനി കുറച്ച് വർക്കുണ്ട്. ഇതിൻ്റെ ഒരു കാർബേറ്റർ ക്ലീൻ ചെയ്യണം, എയർ ഫിൽറ്റർ മാറണം. അത് നമ്മൾ പിന്നെ ഒരു ദിവസമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.